നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആധുനിക ലോകം രൂപപ്പെടുന്നതിനും എത്രയോ മുൻപ് ആഗോള വ്യാപാരത്തിന്റെ കേന്ദ്രബിന്ദു പശ്ചിമേഷ്യയോ യൂറോപ്പോ ഒന്നും ആയിരുന്നില്ല. അത് നമ്മുടെ കൊച്ചു കേരളമായിരുന്നു. അറബികളും ചൈനക്കാരും റോമക്കാരും ഒക്കെ ഇവിടെ വന്നിരുന്നത് സ്വർണം നൽകി സുഗന്ധവ്യഞ്ജനങ്ങൾ വാങ്ങാനായിരുന്നു. എന്നാൽ 15-ാം നൂറ്റാണ്ടിൽ ഒട്ടോമൻ സാമ്രാജ്യം കരമാർഗമുള്ള വ്യാപാരപാതകൾ അടച്ചതോടെ യൂറോപ്പിന് മുന്നിൽ ഒരേ ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ: എങ്ങനെ കടൽ കടന്ന് ഇന്ത്യയിലെത്താം? ഈ അന്വേഷണമാണ് ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ആ യാത്രയ്ക്ക് തുടക്കമിട്ടത്. കേരളത്തിന്റെ വിധി തന്നെ മാറ്റിയ ആ കപ്പൽ യാത്രകളെ കുറിച്ച് നമുക്കൊന്നറിയാം. യൂറോപ്യൻ അധിനിവേശത്തിന്റെ ആഴക്കടൽ ചരിത്രത്തെക്കുറിച്ച്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട്, കറുത്ത പൊന്നിന്റെ നാട്, കേരളത്തെ ലോകം ഇങ്ങനെയായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. നൂറ്റാണ്ടുകളായി അറബികളും ചൈനക്കാരും റോമക്കാരും ഒക്കെ നമ്മുടെ തീരങ്ങളിൽ വ്യാപാരത്തിനായി എത്തിയിരുന്നു. എന്നാൽ 1498-ലെ ആ ഒരു ദിവസം കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ചരിത്രം എന്നേക്കുമായി മാറ്റിമറിക്കുന്ന ദിവസമായിരുന്നു അത്. വാസ്കോഡഗാമ എന്ന പോർച്ചുഗീസുകാരൻ കാപ്പാട് തീരത്ത് കപ്പലിറങ്ങിയതോടുകൂടി തുടങ്ങിയത് അധിനിവേശത്തിന്റെയും പോരാട്ടങ്ങളുടെയും പുതിയൊരു അധ്യായമായിരുന്നു. 1498 മെയ് 20 3 കപ്പലുകളിലായി വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് തീരത്തെത്തി. അന്നത്തെ കോഴിക്കോട് ഭരണാധികാരിയായിരുന്ന സാമൂതിരി ഗാമയ്ക്ക് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. ഗാമയുടെ ലക്ഷ്യം സുഗന്ധവ്യഞ്ജന വ്യാപാരമായിരുന്നു. എന്നാൽ വെറും ഒരു കച്ചവടക്കാരനായി വന്ന പോർച്ചുഗീസുകാർക്ക് പതുക്കെ രാഷ്ട്രീയ മോഹങ്ങൾ കൂടി ഉണ്ടായി തുടങ്ങി. അവർ കൊച്ചിയിലും കണ്ണൂരിലും കോട്ടകൾ കെട്ടി. അറബികളുടെ വ്യാപാര കുത്തക തകർക്കാൻ അവർ ആയുധങ്ങൾ ഉപയോഗിച്ചു. കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സഭയുടെ വളർച്ചയ്ക്കും പോർച്ചുഗീസുകാർ വലിയ പങ്ക് വഹിച്ചു. അവർ കൊച്ചി രാജാവുമായി സഖ്യമുണ്ടാക്കി. ഇത് കേരളത്തിലെ പ്രാദേശിക രാജാക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ആദ്യത്തെ തന്ത്രമായിരുന്നു. പോർച്ചുഗീസുകാർ നിർമ്മിച്ച പള്ളിപ്പുറം കോട്ടയും സെന്റ് ആഞ്ചലോ കോട്ടയും ഒക്കെ ഇന്നും അധിനിവേശത്തിന്റെ സാക്ഷികളായി നിലകൊള്ളുന്നു. മതപരമായ തലത്തിൽ നോക്കുകയാണെങ്കിൽ 1599-ലെ ഉദയംപേരൂർ സൂനഹദോസ് കേരളത്തിലെ ക്രൈസ്തവ സഭകളിൽ തന്നെ വലിയ മാറ്റങ്ങൾക്കും ലത്തീൻ വൽക്കരണത്തിനും കാരണമായി എന്ന് പറയാം. 17-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടുകൂടി പോർച്ചുഗീസുകാരുടെ കരുത്തു കുറഞ്ഞു. ആ വിടവിലേക്കാണ് ലന്തക്കാർ എന്ന് വിളിക്കപ്പെടുന്ന ഡച്ചുകാർ കടന്നു വരുന്നത്. 1663-ൽ അവർ കൊച്ചി പിടിച്ചെടുത്തു. ഡച്ചുകാർ കച്ചവടത്തിൽ മാത്രമല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ച് അവർ വലിയ പഠനങ്ങൾ നടത്തുകയുണ്ടായി. അതിന്റെ ഫലമായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വിശ്വപ്രസിദ്ധ ഗ്രന്ഥം. ഇ.ടി. അച്യുതൻ വൈദ്യൻ എന്ന മലയാളി വൈദ്യന്റെ അറിവുകൾ ലോകത്തിന് മുന്നിലേക്ക് എത്തിച്ചതും ഡച്ചുകാരായിരുന്നു. പക്ഷേ രാഷ്ട്രീയമായി അവർക്ക് വലിയ തിരിച്ചടി നേരിട്ടു. 1741-ൽ മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതോടുകൂടി ഭാരത മണ്ണിൽ ഒരു യൂറോപ്യൻ ശക്തിയുടെ അന്ത്യത്തിന് തുടക്കമായി. ലോക ചരിത്രത്തിൽ തന്നെ ഒരു ഏഷ്യൻ രാജ്യം യൂറോപ്യൻ നാവികസേനയെ പരാജയപ്പെടുത്തുന്ന അപൂർവ നിമിഷം കൂടിയായിരുന്നു അത്. പിന്നീട് കളത്തിലിറങ്ങിയത് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരുമാണ്. ഫ്രഞ്ചുകാർ മാഹിയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്ത്രപരമായി കേരളത്തെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയായിരുന്നു. മൈസൂർ രാജാക്കന്മാരായ ഹൈദർ അലിയുമായും ടിപ്പു സുൽത്താനുമായും ഒക്കെയുള്ള നടന്ന യുദ്ധങ്ങൾ മലബാർ മേഖല ബ്രിട്ടീഷുകാരുടെ കൈകളിൽ എത്തിച്ചു. 1792-ലെ ശ്രീരംഗപട്ടണം സന്ധി മലബാറിനെ നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാക്കി. തിരുവിതാംകൂറും കൊച്ചിയും അവരുടെ മേൽക്കോയ്മ അംഗീകരിക്കുകയും കപ്പം കൊടുക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു. വേലുത്തമ്പി ദളവയും പഴശ്ശിരാജയും പോലുള്ള ധീരന്മാർ അവർക്കെതിരെ പോരാടിയെങ്കിലും ആധുനിക ആയുധ ബലത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായി അവർക്കും സാധിച്ചില്ല. യൂറോപ്യന്മാർ വെറും യുദ്ധം മാത്രമല്ല കൊണ്ടുവന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഭക്ഷണക്രമത്തിൽ പോലും അവർ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മുളക്, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, പുകയില തുടങ്ങിയവയെല്ലാം യൂറോപ്യന്മാർ വഴി ഇവിടെ എത്തിയതാണ്. മലയാള ഭാഷയിൽ പോലും പറങ്കി വാക്കുകൾ ധാരാളമായി കടന്നുകൂടി. മേശ, കസേര, അലമാര, ജനാല ഈ വാക്കുകളെല്ലാം പോർച്ചുഗീസ് ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് എത്തിയതാണ്. നമ്മുടെ വാസ്തുവിദ്യയിലും അവർ തങ്ങളുടേതായ മുദ്രകൾ പതിപ്പിച്ചു. ആധുനിക സ്കൂളുകളും ആശുപത്രികളും കോളേജുകളും കേരളത്തിന്റെ സാമൂഹിക മുന്നേറ്റത്തിന് അടിത്തറയിട്ടു. ചുരുക്കത്തിൽ 500 വർഷങ്ങൾക്ക് മുമ്പ് വാസ്കോഡഗാമ കാപ്പാട് തീരത്ത് കാലുകുത്തുമ്പോൾ അത് കേരളത്തെ കോളനി വൽക്കരണത്തിലേക്കും അടിമത്തത്തിലേക്കും നയിക്കുമെന്ന് ആരും അന്ന് കരുതിയിരുന്നില്ല. എന്നാൽ ആ കാലഘട്ടം കേരളത്തെ ആധുനികവൽക്കരിക്കുന്നതിലും ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നതിലും വലിയ പങ്കുവഹിച്ച ഒരു കാലഘട്ടം കൂടിയാണ്. അധിനിവേശത്തിന്റെയും പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും കഥയാണ് കേരളത്തിലെ ഈ യൂറോപ്യൻ ചരിത്രം. ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മണ്ണിന്റെയും അറിവിന്റെയും മൂല്യത്തെക്കുറിച്ച് കൂടിയാണ്.